കൊടുത്തല്ലോ, കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ഓക്കെ ആക്കി കൊടുത്തു. പക്ഷെ ഇവരിത് സൈൻ ചെയ്യാൻ മടിക്കുന്നതിന്റെ കാരണം അവിടെ ഒരു മാഫിയ ഉണ്ട് അതിനകത്ത്, ആ ഇവരുടെ ഡിപ്പാർട്ട്മെന്റില്. അപ്പം എന്ത് കാര്യത്തിന് പോണേലും പാരിതോഷികങ്ങൾ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ള വിവരമാണ് തന്നത്. തിരുമേനിയുടെ വസ്തുവായിട്ട് അതിന് ഒരു കേസോ ഒന്നുമില്ല. കാരണം ഈ കെട്ടിടം പണിയണമെങ്കിൽ തന്നെ പെർമിറ്റ് വേണമെങ്കിൽ തന്നെ സ്വന്തം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാനൊരു കഥ കേട്ടു മക്കളെ. ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ അല്ല, മമ്മൂട്ടി അല്ല, അഭിനയിച്ചാലും അത് വമ്പൻ ഹിറ്റ് ആകുമെന്നാണ് പറച്ചില്. അപ്പോ ആ കഥയുടെ സത്യാവസ്ഥ എന്തെന്ന് നിങ്ങളൊന്ന് അറിയണ്ടേ? പിന്നെ ഈ പറയുന്ന ആ കഥയിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികമാണെന്നാണ് പറയുന്നത്. പക്ഷെ സാങ്കല്പികമൊന്നുമല്ല, ഉള്ള കഥയിലെ ഉള്ള ആൾക്കാർ തന്നെയാണ് ആ കഥയിലുള്ളത്. അപ്പോൾ ആ കഥ പറഞ്ഞ ആളുകൾക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ കഥ എന്താണെന്ന് നമുക്കൊന്ന് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണ്ടേ? ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോകൾ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ്. ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വസ്തുവിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. രേണുസുതി ഈ വസ്തുവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ എല്ലാ രേഖകളും വെച്ച് ഞാൻ തെളിയിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ ഇതിന്റെ കൂടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വോയിസ്, ഈ വോയിസ് ആദ്യം തന്നെ നിങ്ങളൊന്ന് കേൾക്കാം. ഇത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിന്റെ വോയിസ് ആണ്. ഈ വോയിസ് എടുത്ത് പുറത്തിട്ട അല്ലെ ഇടാൻ വേണ്ടി കൊടുത്ത മാന്യ അദ്ദേഹത്തിനും എൻ്റെ മാന്യ നമസ്കാരം. ആ വോയിസ് ഒന്ന് കേൾക്കാം. സർ, ഗുഡ് മോർണിംഗ്. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനായിട്ടാണ് വിളിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പം നമുക്കൊരു രഹസ്യ വിവരം കിട്ടിയേക്കുന്നത്, ഈ അവർക്ക് ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാത്ത കാരണത്താലാണ് അവര് നമ്മുടെ ഈ പെർമിറ്റ് തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വിവരം നമുക്ക് രഹസ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആക്കി കൊടുത്തല്ലോ, കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ഓക്കെ ആക്കി കൊടുത്തു. പക്ഷെ ഇവരിത് സൈൻ ചെയ്യാൻ മടിക്കുന്നതിന്റെ കാരണം അവിടെ ഒരു മാഫിയ ഉണ്ട് അതിനകത്ത്, ആ ഇവരുടെ ഡിപ്പാർട്ട്മെന്റില്. അപ്പം എന്ത് കാര്യത്തിന് പോണേലും പാരിതോഷികങ്ങൾ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ള വിവരമാണ് തന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പം സാർ, എനിക്ക് അതിനൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അറിയിക്കണം. കാരണം അന്ന് അവിടെ നോക്കാൻ വന്നതിനും ഒക്കെ ഞാൻ കൈമടക്ക് കൊടുത്തായിരുന്നു, ആൾക്കാരെ മീഡിയേറ്റർ ആയിട്ട് നിർത്തി കൊടുത്തു. അപ്പൊ ഇനി ഇതിന് എന്താ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ, എത്ര എങ്ങനെ. നമ്മളിപ്പോ അതിന്റെ പുറകെ പോകാനും ഒക്കത്തില്ലല്ലോ. നമ്മള് സാറൊന്ന് ആലോചിച്ചിട്ട് തന്നെ ആ വിവരം സമയം പോലെ ഒന്ന് അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്ത ഉപകാരമായിരുന്നു. അതിന് വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതും കൂടാണ് എനിക്ക് സാറിനെ ഓർമ്മപ്പെടുത്താനുള്ളത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഈ വോയിസ് നിങ്ങൾ കേട്ടല്ലോ. ഈ വോയിസ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിന്റെ വോയിസ് തന്നെയാണ്, അല്ലാതെ ഇവിടെ വേറെ ആരുടെയും വോയിസ് അല്ല. ഇത് കേൾക്കുന്നവർക്കറിയാം. പക്ഷെ കഥാകൃത്തിന് ആ കാര്യം മനസ്സിലാകത്തില്ല എന്നൊന്നുമല്ല. കഥാകൃത്ത് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് കഥാകൃത്ത് ഒത്തിരി രേഖകളൊക്കെ വെച്ചുകൊണ്ടാണ് കഥാകൃത്ത് പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ കഥാകൃത്ത് പറഞ്ഞ ഈ വോയിസ് എങ്ങനെ ഈ പറയുന്ന കഥാകൃത്തിന്റെ കയ്യിൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫിറോസ് എന്ന് പറയുന്ന നന്മമരം, ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കൊടുത്തതാകാനാണ് സാധ്യത. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോയിസ് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ മാത്രമേ ഈ ബിഷപ്പ് കൊടുത്തിട്ടുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തുവുമായി ബന്ധപ്പെട്ട് അന്ന് വീട് പണി നടക്കുന്ന സമയത്ത് ഇവരുടെ, അതായത് ഈ ബിഷപ്പിന്റെ കുടുംബത്തിൽപ്പെട്ട കുറെ പേര് ഈ വസ്തുവിന്റെ മുകളിൽ തർക്കവുമായിട്ടും അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ട് കുറെ പ്രശ്നങ്ങളും ഈ വസ്തുവിന്റെ മുകളിൽ അവർ ഉന്നയിച്ചിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറെ വസ്തുവുള്ളടുത്ത് കുറെ തർക്കങ്ങളും അതോടൊപ്പം തന്നെ വസ്തുവിന്റെ മുകളിൽ കുറെ കേസുകളും ഒക്കെ വരാറുണ്ട്. അങ്ങനെ ഒരു കാര്യമാണ് അവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് ഇവർ പറയുന്ന നീനമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുടെ കഥയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അമ്മച്ചിക്ക് ഒന്നും കൊടുത്തിട്ടില്ല, ഫുഡ് പോലും കൊടുക്കാതെ അമ്മച്ചി മരിച്ചുപോയി എന്ന രീതിയിലൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ വരാം. ആ സ്റ്റോറിയും ആ അമ്മച്ചി പറയുന്ന കഥകളൊക്കെ എനിക്ക് മുന്നേ അറിയാവുന്നതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അത് പിന്നെ നമുക്ക് പറയാം. എന്തായാലും അവര് ഏതാണ്ടൊക്കെ തെളിവുകളൊക്കെ ഇടുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഇടട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് പോയാൽ മതി. അപ്പം ഇവിടെ ഈ പറഞ്ഞ കഥയിലെ ആ വോയിസ് കൈ വന്നിരിക്കുന്നത് ഈ ഫിറോസ് മുഖേനയാകാനാണ് സാധ്യത. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കുന്നത്, എന്തുകൊണ്ടാണ് അത് നടക്കാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫിറോസ് ചോദിക്കുന്ന സമയത്ത് അഡ്വക്കേറ്റിനോട് സംസാരിച്ച ഒരു വോയിസ് ആണ് ഇപ്പോൾ ഈ പറയുന്ന കഥാകൃത്ത് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ ഈ കഥാകൃത്ത് പുറത്തുവിട്ട ഈ ഒരു വോയിസിൽ വളരെ വ്യക്തമായിട്ടും കാര്യങ്ങൾ പറയുന്നത് അറിയാം. ഓക്കെ, ആ വോയിസിനെ വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ എല്ലാവരും പറയും ഇപ്പം ഞാൻ ബിഷപ്പിനെ വെളുപ്പിക്കാൻ വന്നതാണ്, ബിഷപ്പിനെ എന്താ പറയുക, അദ്ദേഹം ഫ്രോഡാണ്, കൊല്ലം സുധിയുടെ ആത്മാവ് കിച്ചുവിനെ തൊട്ട് കളിച്ചപ്പോൾ കയറി പണിയുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടാവാം. എന്നാൽ സത്യം അതല്ല. സത്യത്തിന്റെ മുഖം ആർക്കും മറച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ സത്യത്തിന്റെ ഒപ്പവും
സത്യം എന്തെന്ന് തുറന്നു കാണിക്കാനും ഞാൻ പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട്, ഇനി ഇടപെടുക തന്നെ ചെയ്യും. ഇപ്പോൾ രേണുസുതിയെ എടുത്ത് ക്രൂശിച്ച സമയത്ത് ഞാൻ സുധിയുടെ കൂടെ നിൽക്കുന്നത് അത് അവരുടെ ഭാഗത്ത് ഇപ്പോൾ സത്യമുള്ളത് കൊണ്ടും അവരുടെ ഭാഗത്താണ് ശരി ഇപ്പോഴുള്ളതെന്നും അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത്. അല്ലാതെ അവരെ ഇപ്പോഴും കൊണ്ടുവന്ന് വലിച്ചു കയറാൻ ഇട്ട് കൊടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കെതിരെ ശത്രുക്കളുടെ എണ്ണം കൂടും. ആ ശത്രുക്കളുടെ എണ്ണം കൂടട്ടെ, കൂടി വരട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ അവിടെ നിൽക്കട്ടെ, എന്റെ വിഷയം അവിടെ നിൽക്കട്ടെ. അടുത്ത ഈ പറഞ്ഞ ഈ വസ്തുവിനെ കുറിച്ചാണല്ലോ ഇപ്പോഴത്തെ ഈ തർക്കം. മുമ്പ് ഞാൻ ഈ പറയുന്ന വസ്തുവിന് ഒരു പ്രോബ്ലവും ഇല്ല, രേണു പറയുന്നത് ഒക്കെ കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് ഈ പറയുന്ന വസ്തുവിന്റെ കരമടച്ച രസീത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു വസ്തു വിറ്റ് കഴിഞ്ഞാൽ ആ മേടിച്ച ആള് അവരുടെ പേരിൽ കരമടയ്ക്കുകയും അവരുടെ പേരിൽ ആ വീട് പണിയുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ അത് ആരാണോ കൊടുത്തത് ആ വ്യക്തിക്ക് അവിടെ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ആ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് പിന്നെ കൊണ്ടിടുകയാണ്. ഇവിടെ ഈ പറയുന്ന കൊല്ലം സുധിയുടെ മക്കൾക്ക്, രണ്ടു മക്കൾക്ക്, അതായത് രാഹുൽ ദാസിനും ഋതുൽ ദാസിനുമാണ് ഈ ഒരു വസ്തു കൊടുത്തിരിക്കുന്നത്. അത് ഒരു 6-7 സെന്റ് സ്ഥലമുണ്ട്. ആ വസ്തു കൊടുത്തത് 2023-ലാണ്. 2021-ൽ അദ്ദേഹം നിരവധി ആൾക്കാർക്ക് മുമ്പ് വസ്തു കൊടുത്തിട്ടുണ്ട്. അമ്പല കമ്മിറ്റിക്ക് വസ്തു കൊടുത്തിട്ടുണ്ട്, അംഗനവാടിക്ക് വസ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലർക്കും അദ്ദേഹം ഇഷ്ടദാനമായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം നന്മ ചെയ്യുന്നതൊക്കെ കട്ട മുതലാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും പറയാം. ഓക്കെ, ആദ്യം ഇത് പറയാം നമുക്ക്. കിച്ചുവിനെ ബിഷപ്പ് തൊട്ട് കളിച്ചപ്പോൾ സുധിയുടെ ആത്മാവ് വന്ന് എല്ലാം എടുത്തു വെളിയിലിടുകയാണെന്നാണ് പറച്ചില്. അപ്പോൾ ഈ പറയുന്ന നന്മവരം കിച്ചുവിന്റെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സുധി ഈ പറയുന്ന കിച്ചുവിന് വേണ്ടി സംസാരിക്കുമോ എന്നുള്ളത് അത് നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം, അതവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് ഈ പറയുന്ന വസ്തുവിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇത് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് ആണ്. ആ ഒരു വസ്തുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. ഈ പറയുന്ന കരമടച്ച ഒരു സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. പിന്നെ അത് മാത്രവുമല്ല, ഈ പറയുന്ന വീടിന് എന്തുകൊണ്ട് നമ്പർ കിട്ടുന്നില്ല, അതാണ് ഏറ്റവും വലിയൊരു വിഷയം. ഈ വിഷയത്തെ ചൊല്ലി ഈ പറയുന്ന കഥാകൃത്ത് ഈ വീഡിയോ ഇട്ട സമയത്ത് പലരും ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് കണ്ടു. അതിൻ്റെ അകത്ത് പാറശാലയിൽ ഒരു ചേച്ചിയൊക്കെ ഉണ്ട്. ചേച്ചിയൊക്കെ വലിയ രീതിയിൽ കത്തിക്കയറുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ പലരും ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു. അപ്പൊ നമുക്ക് ഈ പറയുന്ന വീടിന് എന്തുകൊണ്ടാണ് നമ്പർ കിട്ടാത്തത്, അതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പിന്നെ ഈ പറയുന്ന ബിഷപ്പിന്റെ എന്താ പറയുക, അന്നം കൂടി മുട്ടിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വസ്തു വിറ്റു പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ കാണിക്കുന്ന നാടകമുണ്ടല്ലോ, അതായത് എന്തൊക്കെയോ അവരുടെ കയ്യിലുണ്ട്. ഈ പറയുന്ന അമ്മച്ചിക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ അമ്മച്ചിയെ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അമ്മച്ചിയുടെ സ്വത്ത് മൊത്തം കൂടെ ബിഷപ്പ് അടിച്ചു മാറ്റിയതിനു ശേഷം ദാനം കൊടുക്കുന്നു എന്ന രീതിയിലൊക്കെ വെക്കുന്ന ഈ ഒരു കഥയുണ്ടല്ലോ, ആ കഥയെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ പറയുന്ന സുധിയുടെ വിഷയമാണല്ലോ ഏറ്റവും കൂടുതൽ. സുധിയുടെ വീടിന് എന്തുകൊണ്ട് നമ്പർ കിട്ടുന്നില്ല, ആ കാര്യം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ടും അറിയണം. ഇത് കൊടുക്കാത്തത്, നമ്മൾ ഒരാൾക്ക് ഒരു വീട് പണിത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? ആ വീടിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി ആ ഉടമസ്ഥര് കൈമാറത്തില്ലേ? ഇവിടെ ഈ നന്മപരമായിട്ടുള്ള ഈ ഫിറോസ് എന്ന് പറയുന്ന ഇയാൾ ഈ വീട് പണിത് കൊടുത്തിട്ട് ഒരു കോഴിക്കൂട് അല്ലെങ്കിൽ ഒരു പട്ടിക്കൂട് പണിതിട്ട് ഇട്ട് കളഞ്ഞിട്ട് പോകുന്ന പോലെ ഇട്ട് കളഞ്ഞിട്ട് പോയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. എന്നാൽ ആ വീടിന്റെ കമ്മീഷൻ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇദ്ദേഹത്തിനില്ലേ? ഇദ്ദേഹം അത് റെഡിയാക്കി കൊടുക്കുന്നില്ല. അത് മാത്രവുമല്ല, നിങ്ങൾ നന്മമരം എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന കിച്ചു എന്ന് പറയുന്നവൻ വന്ന് ഒരു ഒപ്പിട്ട് മേടിക്കാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്. അത് അവനും ചെയ്യുന്നില്ല. എന്നിട്ട് ഈ കുറ്റം മൊത്തം ബിഷപ്പിന്റെ മണ്ടയ്ക്കോട്ട് ഇട്ടുവെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഒരു വോയിസ് കേൾക്കാം. ഈ ഫിറോസ് എന്ന് പറയുന്ന ഇയാള് ഈ പറയുന്ന രേണുസുധിയെ കാണാനായിട്ട് ആ വീട്ടിൽ ചെന്ന സമയത്ത് തങ്കച്ചൻ, ഈ രേണുസുധിയുടെ അച്ഛനായിട്ടുള്ള തങ്കച്ചൻ കറക്റ്റായിട്ട് ഈ പറയുന്ന പുള്ളിക്കാരനോട് പറഞ്ഞു, എന്തുകൊണ്ട് കമ്മീഷൻ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തരുന്നില്ല, ഞങ്ങൾക്ക് വീടിന്റെ നമ്പർ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ തങ്കച്ചൻ പറയുന്നുണ്ട് മക്കളെ, അതൊന്ന് കേട്ടു നോക്ക്. ഇത് തങ്കച്ചൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മതിയല്ലോ. പിന്നെ കൊല്ലം സുധിയുടെ ആത്മാവ് കളിക്കുന്ന കളി, അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആദ്യം ഞാൻ തങ്കച്ചനോട് സംസാരിച്ച സമയത്ത് തങ്കച്ചൻ പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ കെട്ടിടം പണിത അതോറിറ്റി ഉണ്ടല്ലോ, ആ കോൺട്രാക്ടർ, അവർ നമുക്ക് നൽകേണ്ട കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് പണി പൂർത്തീകരിച്ചു, അവർക്ക് താമസയോഗ്യമെന്ന് പറഞ്ഞാൽ അതാണ് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് പണി ചെയ്തിട്ട് ഇവർ തന്നിട്ടില്ല.
ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ വന്നായിരുന്നു, രേണുവിനെ കാണാനെന്ന് പറഞ്ഞ് ഇവിടെ വന്നായിരുന്നു ഈ ഫിറോസ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കാല് പിടിക്കുന്ന പോലെ ഞാൻ പറഞ്ഞു, സാറേ ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവരുടെ കമ്പ്യൂട്ടറിൽ ഇതെല്ലാം കിടക്കുന്ന അതൊന്നും ഇവിടെ വന്ന് ആരെങ്കിലും ഒരു സൂപ്പർവൈസർ ആരെങ്കിലും വന്നൊന്ന് അളന്ന് വരച്ച് തന്നാൽ മാത്രം മതി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇല്ല അത് അയാൾ ഇവിടെ ഇല്ല, അയാൾ വിദേശത്ത് പോയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ മറ്റുള്ള കുഴപ്പം കൊണ്ടൊന്നും അല്ലെങ്കിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത കൊണ്ടാണ് ഈ താമസം. ഇനിയിപ്പോൾ അല്ലാതെ ഈ വസ്തു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ തിരുമേനിയുടെ വസ്തുവായിട്ട് അതിന് ഒരു കേസോ ഒന്നുമില്ല. കാരണം ഈ കെട്ടിടം പണിയണമെങ്കിൽ തന്നെ പെർമിറ്റ് വേണമെങ്കിൽ തന്നെ സ്വന്തം പേരിൽ വസ്തു വേണം, കരം കെട്ടണം, അല്ലേ, വില്ലേജിലുള്ള സകല ഇടപാടും വേണം, എന്നിട്ട് പഞ്ചായത്തുകാർ പെർമിറ്റ് തന്നെ തരുന്നത്. അപ്പം നമ്മുടെ അതെല്ലാം ക്ലിയർ ആണ്, ഒരു കുഴപ്പമില്ല. വസ്തു സംബന്ധമായ ഒരു കേസോ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. ഇത് താമസിച്ചാണ് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവർ തരാത്ത താമസം. ഇനിയിപ്പം ഞങ്ങൾ തന്നെ ആരെങ്കിലും എഞ്ചിനീയർമാരെ വിളിച്ചുകൊണ്ട് വന്ന് ഒന്നുകൂടെ അളപ്പിച്ച് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ നമ്മൾ കൊടുത്തിട്ട് പേര് നമ്പർ കിട്ടും. അത്രേ ഉള്ളൂ അതിൻ്റെ അകത്തെ കാര്യം, വേറെ ഒന്നുമില്ല. ഇവിടെ രേണുവിന്റെ അച്ഛൻ തങ്കച്ചൻ പറയുന്ന കാര്യം കേട്ടല്ലോ, അവര് തന്നെ ഇനി അത് ചെയ്തോളും. ഇവിടെ വീട് പണിത് കൊടുത്ത അവര് ചെയ്യാത്ത കാര്യം, അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് എന്താണ്, എഞ്ചിനീയർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയുകയാണ്. എടാ, ഒരു വീട് പണിത് കൊടുത്താൽ അതിന്റെ എല്ലാ സർട്ടിഫിക്കറ്റും കൊടുത്ത് ക്ലിയർ ചെയ്യണ്ടേ? അത് ചെയ്യാത്തത് ആരാണ്? ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന നന്മമരം തന്നെയാണ്. ഓക്കെ, ഇവിടെ ഈ അച്ഛൻ പറഞ്ഞ പോലെ ഇവരിനിയും പോയിട്ട് അത് ചെയ്യുമെന്നാ പറഞ്ഞേ. അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ ഈ പറയുന്ന രാഹുൽ ദാസ് എന്ന് പറയുന്ന ഇവന്റെ സൈൻ വേണം. ഇവൻ അവിടെ പോയി ഒരു സൈൻ ചെയ്ത് കൊടുക്കാൻ പോലും ഇവൻ ഇന്നേ വരെ അതിന് തുനിഞ്ഞിട്ട് പോലുമില്ല. അപ്പൊ ഇവിടെ ഈ പറയുന്ന കൊല്ലം സുധിയുടെ ആത്മാവ് കൂടെയുള്ള കിച്ചുവിനെ തൊട്ടപ്പോൾ ഈ പറയുന്ന ബിഷപ്പിന്റെ എല്ലാ രേഖകളും പുറത്തു വന്ന എന്ന് പറയുന്ന ആൾക്കാർ ഇതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ പറയുന്ന രേണുവിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ കുറ്റത്തിന് ബിഷപ്പിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ബിഷപ്പിന്റെ എല്ലാ ഡീറ്റെയിലും ചെകഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ച എല്ലാവർക്കുമായിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം. അപ്പൊ ഞാൻ ബിഷപ്പിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വരാം. ഓക്കെ, വന്നോളും, കുഴപ്പമൊന്നുമില്ല. ഞാൻ സത്യത്തിന്റെ കൂടെയാണ്. സത്യം എവിടെയാണോ അവിടെ ഞാൻ നിൽക്കത്തുള്ളൂ. പിന്നെ ബിഷപ്പ് മുമ്പ് രേണുസുധിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പലതും പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്ലോഗർമാരും മുമ്പ് രേണുവിനെ കുറിച്ച് അതുപോലെ പറഞ്ഞിട്ടുണ്ട്. ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്ത് അന്ന് അവർ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഷപ്പ് എന്തെങ്കിലും കാണുന്നത്, ബിഷപ്പിനെതിരെ ഈ രേണു എന്തെങ്കിലും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ബിഷപ്പ് ഞങ്ങൾക്കെല്ലാം അയച്ചു തരാറുമുണ്ട്. ഞങ്ങൾ പിന്നെ വീഡിയോ ഇടാറുമുണ്ടായിരുന്നു അന്നേരം. ഈ പറയുന്ന എല്ലാവന്മാരും ഇട്ടിട്ടുകൊണ്ട് അന്ന് ബിഷപ്പിനെ പൊക്കിക്കൊണ്ട് നടക്കുകയും ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് കണ്ടന്റ് കിട്ടാൻ വേണ്ടി കാത്തിരുന്നവന്മാരുമാണ് എല്ലാവരും, കേട്ടോ. അപ്പം ഇപ്പോ എല്ലാവരും എന്താണ്, ഞാനാണ് കുറ്റക്കാരൻ എന്ന രീതിയിൽ വെച്ചോണ്ടിരിക്കണവേ, എനിക്ക് മാത്രമേ തന്നിട്ടുള്ളൂ ബിഷപ്പ് എന്ന രീതിയിൽ വെക്കുക, വെച്ചോടാവേ, കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിന്റെ സത്യാവസ്ഥ കണ്ടിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. ഇപ്പോൾ ഈ പറഞ്ഞ തങ്കച്ചായൻ പറഞ്ഞ ഈ വോയിസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയുമായിട്ട് എത്താം. കഥാകൃത്ത് അടുത്ത കഥയുമായിട്ട് വരട്ടെ. അപ്പോഴത്തേന് നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുവരെയ്ക്ക് എല്ലാവർക്കും